നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18, 2026 ബുധൻ. അങ്ങനെ അവസാന അരമണിക്കൂർ കൊണ്ട് മാർക്കറ്റിന് അതിശക്തമായ നേട്ടത്തിലേക്ക് തിരിയുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നിഫ്റ്റിക്ക് 25,800 എന്ന ബാലികേറാമല മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും തുടർന്ന് മാർക്കറ്റിൽ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നതും മാത്രമല്ല 25,645 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. ഇന്നത്തെ മാർക്കറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ 2:55 25,700 എന്ന ലെവലിൽ നിന്നും 5 മിനിറ്റുകൾ കൊണ്ട് 3 മണിയായപ്പോഴേക്കും നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ഹൈ ആയ 25,828 എന്ന ലെവലിൽ എത്തിച്ചേർന്നുകൊണ്ട് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. 5 മിനിറ്റ് കൊണ്ട് 128 പോയിന്റുകളുടെ ഹ്യൂജ് സ്പൈക്കാണ് ഇന്ന് നിഫ്റ്റിയിൽ അനുഭവപ്പെടുകയും ഉണ്ടായത്. തൽഫലമായി 93 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഈ ആഴ്ചയിൽ ആദ്യമായി 25,800 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി അതേസമയം 283 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്ക് 376 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി അതിന്റെ നിലവിലെ റെക്കോർഡ് ഹൈയുടെ തൊട്ടടുത്തായിട്ട് 61,550 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,581 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 1,340 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.4% നേട്ടം കൈവരിക്കുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT മേഖലയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം നിഫ്റ്റി ITക്ക് ഇന്ന് 1.3% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് നിഫ്റ്റി ITക്ക് ഇടിവ് നേരിടാനുണ്ടായ കാരണങ്ങൾ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. അതേസമയം മെറ്റൽ, FMCG, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാനായി. ടാറ്റ സ്റ്റീൽ, HDFC ലൈഫ്, ITC, ടാറ്റ കൺസ്യൂമർ, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ONGC, ഇറ്റേണൽ, വിപ്രോ, ടെക് മഹേന്ദ്ര, അദാനി എന്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി ഈ ആഴ്ചയിലെ ആദ്യ 2 ട്രേഡിംഗ് സെഷനുകളിൽ നേരിയ തോതിലാണെങ്കിലും നഷ്ടം നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 1 പൈസയുടെ നേട്ടത്തോടുകൂടി 90.67 എന്ന ലെവലിലായിട്ട് ഫ്ളാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കമ്പനിയുടെ CEO ആയ ശ്രീ ബബീഷ് അഗർവാളിനെതിരായിട്ടുണ്ടായിരുന്ന അറസ്റ്റ് വാറന്റിനെ ബോംബെ ഹൈക്കോടതി സ്റ്റേ നൽകിയതിനെ തുടർന്ന് ഇന്ന് ഓല ഇലക്ട്രിക്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടെങ്കിലും തുടർന്ന് നേട്ടത്തിന്റെ ഭൂരിഭാഗം പോയിന്റുകളും ചോർന്നു പോവുകയും ചെയ്തു. US FDA കമ്പനിയുടെ തെലങ്കാന യൂണിറ്റിൽ നടത്തിയ പരിശോധനയിൽ 9 നിർദ്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് അരബിന്ദോ ഫാർമ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 5% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. സിഗരറ്റ് വില വർധനവിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ITC, ഗോഡ്ഫ്രൈ ഫിലിപ്സ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഓഹരി വിലയിൽ ഇന്ന് ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. കമ്പനി അതിന്റെ TIR പ്ലാറ്റ്ഫോമിൽ NVIDIA ബ്ലാക്ക്വെൽ GPU ക്ലസ്റ്റർ നിർമ്മിക്കുന്നതിനാൽ E2E നെറ്റ്വർക്കുകളുടെ ഓഹരികളിൽ ഇന്ന് 18% ഉയർച്ചയും അനുഭവപ്പെട്ടു. പുതിയ റിപ്പോർട്ടുകൾ വന്ന പ്രകാരം ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വ്യവസായം നിർണായകമായ ഒരു വികസന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത 5 മുതൽ 6 വർഷത്തിനുള്ളിൽ കാർ നിർമ്മാതാക്കൾ ഒരുമിച്ച് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ നടത്തും. ദീർഘകാല ഉൽപാദന ആസൂത്രണത്തിന് ആവശ്യമായ നയവ്യക്തതയും ഡിമാൻഡ് ദൃശ്യപരതയും നൽകിയ GST വെട്ടിക്കുറയ്ക്കലിന്റെ പശ്ചാത്തലത്തിലാണ് ശേഷിവർദ്ധനവ് ഉണ്ടായതെന്ന് വ്യവസായ നേതാക്കൾ പറയുകയും ചെയ്തു. ഇന്ത്യൻ IT സേവന മേഖലയിലെ പ്രമുഖ കമ്പനിയായ വിപ്രോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവാസ വ്യവസ്ഥയിലുടനീളം നിക്ഷേപങ്ങളും പങ്കാളിത്തങ്ങളും വർദ്ധിപ്പിക്കുന്നതിനാൽ മുൻനിര AI ഡെവലപ്പർ ആന്ത്രോപിക്കുമായി വിപ്രോ ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കഴിഞ്ഞ അവസാന 2 ട്രേഡിംഗ് സെഷനിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാനായ ഇന്ത്യൻ IT മേഖലയ്ക്ക് ഇന്ന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വരികയുണ്ടായി. മുൻപ് കണ്ട പോലെ ഏകദേശം 1%-ലേറെ. ഇതിലേക്ക് നയിച്ചത് പ്രധാനമായും സൗജന്യ ഉപഭോക്താക്കൾക്കും പണമടയ്ക്കുന്ന ഉപഭോക്താക്കൾക്കുമായി ആന്ത്രോപിക് ക്ലൗഡ് സോണറ്റ് 4.6
പുറത്തിറക്കിയതോടെ സോഫ്റ്റ്വെയർ മേഖലയിലെ AI നേതൃത്വത്തിലുള്ള തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഉടലെടുത്തു. തൽഫലമായി ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട IT സ്റ്റോക്കുകളുടെ സെല്ലിംഗ് പ്രഷറും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഛത്രപതി ശിവജി മഹാരാജ ജയന്തിയോടനുബന്ധിച്ച് നാളെ മഹാരാഷ്ട്രയില് അവധിയായതിനാൽ തന്നെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലുള്ള എല്ലാ ബാങ്കുകൾക്കും അവധിയാണ്. കൂടാതെ നാളെ ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അതേപടി തുടരുമെങ്കിലും സെറ്റിൽമെന്റിന് ഹോളിഡേ ആണ് നാളെ താനും. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി വീണ്ടും അതിശക്തമായ സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ ആരംഭം കുറിച്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ചയും തുടരുകയുണ്ടായെങ്കിലും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് 995.21 കോടി രൂപയ്ക്ക് ബൈങ് നടത്തിക്കൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ചകളും കാണുവാനായിട്ടും സാധിച്ചു. മാത്രമല്ല ഈ മാസം ഇന്നലെ വരെ 13 ട്രേഡിംഗ് സെഷനുകൾ ഇന്ത്യൻ മാർക്കറ്റ് പൂർത്തിയാക്കുകയുണ്ടായി. അവയിൽ ആകെ 5 ട്രേഡിംഗ് സെഷനിൽ മാത്രമേ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗും നടത്തുകയുണ്ടായുള്ളൂ. ബാക്കി വന്ന 8 ട്രേഡിംഗ് സെഷനിലും ഇന്നലെ ഉൾപ്പെടെ അവർ ബയേഴ്സ് ആയിട്ടും മാറുകയുണ്ടായി. തൽഫലമായി നിലവിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 1350.48 കോടി രൂപയ്ക്ക് മാത്രമേ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തിരിച്ചുവരവ് അറിയിച്ചത് മാർക്കറ്റിന്റെ നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ ഉയർത്തുവാനും ഇടയാക്കുകയും ചെയ്തു. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വാല്യൂ ബൈയിങ്ങും പ്രകടമായിരുന്നു, പ്രത്യേകിച്ചും ക്വാളിറ്റി ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ. കൂടാതെ ഇന്ന് ഇന്ത്യ വിക്സിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി, ഏകദേശം 3.55%. തൽഫലമായി 12.22 എന്ന ലെവലിലായിട്ട് ഇന്ത്യ വിക്സിനും ക്ലോസിംഗും രേഖപ്പെടുത്തുവാനുമായി. കൂടാതെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് കാര്യമായ നേട്ടമൊന്നും കൈവരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ഇന്നലത്തെ ലെവലില് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും സാധിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 266 പോയിന്റുകളുടെ അഥവാ 0.5% നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1%, ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.25% നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്വാൻ, കൊറിയൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. അതേസമയം ഇന്ന് വ്യാപാരം നടത്തിയ എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും ഇന്ത്യ ഉൾപ്പെടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.35% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും ഏകദേശം 1% ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $65.65 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $62.55 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,920.04 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലാർസൻ ആൻഡ് ടർബോ ഇന്ത്യയിൽ വിപുലീകരിക്കാവുന്ന AI ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനായി NVIDIA-യുമായി കമ്പനി പങ്കാളിത്തം സ്ഥാപിക്കുന്നു. JSW സ്റ്റീൽ ഇരുമ്പയിര് കേസിൽ JSW സ്റ്റീലിനെതിരായിട്ടുള്ള 128 കോടി രൂപയുടെ സ്റ്റേ ആവശ്യം സുപ്രീം കോടതി തള്ളുകയുണ്ടായി. സഫാരി ഇൻഡസ്ട്രീസ് ഇന്ത്യ കാൾട്ടൺ ബ്രാൻഡ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനായി കാൾട്ടൺ റീറ്റെയിലുമായി 20 വർഷത്തെ കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. ഇതിലൂടെ മൊത്തം വിൽപ്പനയുടെ 5% ലൈസൻസ് ഫീസായിട്ടും 99.5 കോടി രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും സഫാരി നൽകും. ഓസിയ ഹൈപ്പർ റീറ്റെയിൽ ഫണ്ട് സമാഹരണം പരിഗണിക്കുന്നതിനായി 2026 ഫെബ്രുവരി 23 കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേരും. പവർമെക് പ്രോജക്ട്സ് അദാനി പവറിന്റെ അനുബന്ധ സ്ഥാപനത്തിൽ നിന്ന് 1000 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. രതി സ്റ്റീൽ ആൻഡ് പവർ Q3 ഏർണിംഗ്സുകൾ കമ്പനി പ്രസിദ്ധീകരിച്ചു. ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ റവന്യൂവിൽ 50.97% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 262.33% വളർച്ചയും രേഖപ്പെടുത്തി. കിങ്സ് ഇൻഫ്ര വെഞ്ചേഴ്സ് യൂറോപ്പ്, ഏഷ്യ,
മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് പ്രീമിയം സീ ഫുഡ് വിപണികൾ കമ്പനി ആഗോളതലത്തിൽ വികസിപ്പിക്കുന്നു. IT കോൺസ് സൊല്യൂഷൻസ് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് മാൻപവർ ഔട്ട്സോഴ്സിംഗ് കരാർ കമ്പനി നേടിയെടുക്കുകയുണ്ടായി. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഇന്ത്യ യൂറോപ്പ് വ്യാപാര തുറമുഖ സഹകരണം ശക്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ട് തന്ത്രപരമായ ഇന്റർനാഷണൽ മാരിടൈം എംപ്ലോയേഴ്സ് കൗൺസിൽ പങ്കാളിത്തത്തിനായി അദാനി പോർട്സും പോർട്ട് ഓഫ് മർസെയിൽ ഫോസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സാവൻ ടെക്നോളജീസ് ₹1.5 per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.